ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു യാത്രയാണ്. ഇന്ന് ഞങ്ങൾ എൻ്റെ കൂട്ടുകാരി സ്വപ്നയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ അവളുടെ വീടിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. ഞങ്ങളുടെ അടുത്ത് നിന്നും യലഹങ്കയിലേക്ക് ആണ് പോകുന്നത്. അപ്പം നല്ല ദൂരമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ടാക്സിയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് ദൂരമാണ്. പിന്നെ ബസ്സിലാണെങ്കിൽ നല്ല സൗകര്യത്തോടു കൂടി പോവാം എന്നുള്ളത് കൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ബസ്സിലും. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളായിട്ടുള്ള യാത്രയായിരുന്നു. അപ്പോൾ അവരുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ തന്നെ ബസ് ഇറങ്ങാം. അതും ഒരു നല്ല സൗകര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബസ്സിന് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ വളരെ നല്ലൊരു യാത്രയായിരുന്നു. ബസ്സിൽ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് വഴിയിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ സ്വപ്നയുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ പോയി ഇറങ്ങി കേട്ടോ. ഇനി അവിടെ സ്വപ്ന വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എൻട്രി ചെയ്യണമായിരുന്നു. ഗസ്റ്റ് എല്ലാം വരുമ്പോൾ എൻട്രി ചെയ്യണം. അപ്പോൾ സ്വപ്ന അതിന് പോയതാണ്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി, സ്വപ്നയുടെ ഫ്ലാറ്റിലെത്തി കേട്ടോ. അപ്പം അവിടെ തന്നെയുള്ള ബാൽക്കണിയിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തതാണ്. ഇത് താഴേക്കുള്ള കാഴ്ചയാണിത്. നല്ല മനോഹരമായ കാഴ്ചയാണ്. നേരിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ക്യാമറയിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് ഭംഗിയുള്ളതായിട്ട് തോന്നുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ. അടുത്ത് തന്നെ ഒരു റെയിൽവേ ട്രാക്കും ഉണ്ട് താഴത്ത്. ട്രെയിനെല്ലാം പോകുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും സ്വപ്നയ്ക്ക് ഒക്കെ. അപ്പം ദാ ഇവിടെ ഒരു ലേക്ക് പോലെ ഉണ്ട്. പിന്നെ കുറേ നിറയെ ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ടുണ്ട് കാഴ്ചകൾ. അത് ക്യാമറയിൽ ഇത്രയും എനിക്ക് എടുക്കാൻ കഴിയുന്നുള്ളൂ. ഇതിൽ കൂടുതലായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ചെന്ന ഉടനെ തന്നെ സ്വപ്ന മാംഗോ ജ്യൂസ് എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പം മാംഗോ ജ്യൂസ് എല്ലാം കുടിച്ചു. സ്വപ്ന ഗംഭീരമായിട്ട് സൽക്കരിക്കുക തന്നെയായിരുന്നു ഞങ്ങളെ. കാരണം അവൾ പ്രോൺസ് ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിരുന്ന് തന്നെയാണ് സ്വപ്ന ഒരുക്കിയിരുന്നത്. എന്താ പറയുക, പറയാതിരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റി ആയിരുന്നു ചെമ്മീൻ ബിരിയാണി. ഞാൻ അവളോട് എങ്ങനെയാണ് റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും ഞാൻ അവളോട് ചോദിച്ചതിന് ശേഷം ആ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഇതാ ഇവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ, മക്കൾക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. പ്രോൺസും എല്ലാം ഇഷ്ടമാണ്. സ്പെഷ്യലായിട്ട് കുട്ടികൾക്ക് ഇഷ്ടം ചോദിച്ചറിഞ്ഞ് ഉണ്ടാക്കിയതാണ്. ഇവിടെ സാലഡും ചമ്മന്തിയും പപ്പടവും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും ഇവിടെ സ്വപ്നം ഉണ്ടാക്കി അടിപൊളി ബിരിയാണി, പ്രോൺസ് ബിരിയാണി കഴിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് മക്കളൊക്കെ നല്ല ഉഷാറായിട്ട് സന്തോഷമായി. അവരുടെ ഫേവറേറ്റാണ് എല്ലാം. ഞങ്ങളിനി ഇങ്ങോട്ട് നോക്കി സ്വപ്ന. സ്വപ്ന എല്ലാവർക്കും കൂട്ടണ സന്തോഷത്തിനാണ്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഇവരിവിടെ കഴിച്ചു കഴിയാനായി. ഞാനും സ്വപ്നയും മോനും കൂടിയും രണ്ടാമത്തെ ട്രിപ്പിലാണ് ഇരുന്നത്. അപ്പം ഞങ്ങൾ പറയായിരുന്നു നല്ല സൂപ്പർ ബിരിയാണിയാണ് സ്വപ്ന ഉണ്ടാക്കിയതെന്ന് പറയായിരുന്നു. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളിയായിരുന്നു ബിരിയാണി. ഞാനും ചെമ്മീൻ ബിരിയാണി ഞാൻ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ നിന്നുണ്ടാക്കിയ പ്രോൺ ബിരിയാണി ഞാൻ കഴിക്കുന്നത്. ഇവിടെ സ്വപ്ന എപ്പോഴും പറയാറുണ്ടായിരുന്നു പ്രോൺ ബിരിയാണീനെ കുറിച്ച് അവൾ ഉണ്ടാക്കുന്ന. അങ്ങനെ അവളുടെ പ്രോൺ ബിരിയാണി കഴിച്ചു. സൂപ്പറായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം പ്രേമേട്ടനും മോനും പോകുന്നില്ല. സ്വപ്നയുടെ ഹസ്ബൻഡും മോനും പോന്നിട്ടില്ല. ബാക്കി എല്ലാവരും ഞങ്ങൾ താഴത്തേക്ക് പോന്നു. കാരണം മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ താഴേക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോന്ന്. നല്ല രസമാണ് ഇവിടുത്തെ പുറത്തെ അറ്റ്മോസ്ഫിയർ കേട്ടോ. ഗാർഡനെല്ലാം ഉണ്ട്. നല്ലപോലെ മാങ്ങയെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഇന്നലെ പറിച്ചു കൊണ്ടുപോയി എന്ന് സ്വപ്ന പറഞ്ഞു. നല്ല
രസമാണ്. ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞതാണ്. നല്ല പുല്ലും പച്ചപ്പും എല്ലാം ഉണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഫോട്ടോ എടുക്കാനെല്ലാം ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വരാറുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടെന്നില്ല. അപ്പോൾ ഞങ്ങളിവിടെ സ്വപ്നയുടെ ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലബ് ഹൗസിലിരിക്കുകയാണ്. ഞങ്ങൾ മഴയാണ്, അപ്പം പുറത്ത് വന്നപ്പോൾ നല്ല മഴ പെയ്യുന്നു, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ വന്നതാണ്. മക്കളവിടെ 3 പേരും കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. ഉള്ളിൽ വിശദമായിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല, എങ്കിലും ചെറുതായിട്ടൊക്കെ ഞാൻ ഗെയിംസ് കളിക്കാനുള്ള സ്ഥലങ്ങളാണ്. എല്ലാത്തിനും ഇവിടെ ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഗെയിംസ് ഉണ്ട്, പിന്നെ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, ടെന്നീസ് കോർട്ടുണ്ട്, യോഗ ഉണ്ട്, പിന്നെ ഫാമിലി ആയിട്ട് ഫിലിം കാണാനുള്ള പിന്നെ തിയേറ്റർ ഉണ്ട്, മിനി തിയേറ്റർ ഉണ്ട്. അങ്ങനെ എല്ലാ സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങളൊക്കെ പുറത്തുണ്ട് കേട്ടോ. ഉള്ളിൽ ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇൻഡോറായിട്ട് എല്ലതും ഉണ്ട്. ജിമ്മുണ്ട്, എല്ലാം ഉണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് വന്ന് ചെയ്താൽ മാത്രം മതി. പിന്നെ ചെറിയൊരു കഫ്തീരിയും കൂടി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് എടുക്കാൻ എനിക്ക് മഴ കാരണം അത്ര ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു കഫ്തീരിയ എല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
നമുക്ക് പോകുമ്പോൾ കിട്ടാമല്ലോ. താഴെ എല്ലാം ഫുള്ള് കണ്ടു. മഴക്കോളുണ്ട് കേട്ടോ, നല്ല മഴയാണ്, മഴക്കോളുണ്ട്. അപ്പോൾ ചാറിനുണ്ട്, മഴ ചാറിൻ്റെ. അതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് തന്നെ കയറി പോവുക. ഇവിടെ നിറയെ പൂവുകളും ചെടികളെല്ലാം നിറയെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല ഒരു എന്താ പറയുക വിസിറ്റായിരുന്നു സ്വപ്നയുടെ അടുത്തേക്കുള്ള ഈ വിസിറ്റ്. മക്കൾക്കും എല്ലാം വളരെ ഇഷ്ടമായി. എന്താ വെച്ചാൽ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. വാക്കിങ്ങിന് പോകണമെങ്കിലും എല്ലാം ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പിന്നെ അതുപോലെ എന്താവശ്യങ്ങളും ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് താഴെ തന്നെ ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ വേറെ ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ താഴെ എല്ലാം ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങളിതാ മുകളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്, ലിഫ്റ്റിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പം മഴയുള്ളതുകൊണ്ട് കുറച്ചൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ഒരുവിധം എല്ലാം ചെറുതായിട്ടൊന്ന് താഴെ എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ. അപ്പോൾ മുകളിൽ ഞങ്ങൾ പോയി സ്വപ്ന ചായ എല്ലാം ഉണ്ടാക്കി മക്കൾക്ക് സ്നാക്സ് എല്ലാം ഉണ്ടാക്കി കൊടുത്തു, കഴിച്ചു. ഞങ്ങൾ ഇതാ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് ഇവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു യലഹങ്കയിലേക്ക്. അപ്പോൾ ആ ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. ഇനി അങ്ങോട്ട് ഇവിടെ നിന്ന് പടിക്കൽ നിന്ന് തന്നെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ബസ്സുണ്ട്. അപ്പം ഞങ്ങൾ അപ്പോൾ സ്വപ്നയുടെയും ഫാമിലിയുടെയും കൂടെയുള്ള ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു. അപ്പം എന്താ പറയുക, രണ്ട് കൂട്ടർക്കും സന്തോഷമായി. മക്കളൊന്നും ഇവിടെ കണ്ടിരുന്നില്ല ഇതുവരെ. ഞാനും ഹസ്ബൻഡും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, അല്ലാതെ മക്കളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ആളുകൾ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ, ബായ്.